ആൻഡ് ഗുഡ് മോർണിംഗ്. എല്ലാവരും ഉറക്കമൊക്കെ എണീറ്റ് വന്നിരിക്കുകയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ പ്രിലിംസ് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു വലിയൊരു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, നമ്മൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് 4, 5, 6, 7 ചാപ്റ്റർ ആണ്. പക്ഷേ നിങ്ങൾക്ക് A+ ഉറപ്പ് വേണമെങ്കിൽ, A+ അല്ലെങ്കിൽ ഫുൾ മാർക്ക് ഉറപ്പ് വരുത്തിക്കണമെങ്കിൽ നമുക്ക് എന്തായാലും എന്ത് വേണം, ആദ്യത്തെ 3 ചാപ്റ്റർ നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം 40 മാർക്കാണ് ബയോളജിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അതിൽ 36 കിട്ടിയാലേ നമ്മൾ A+ ലെവലിലേക്ക് എത്തൂ. പക്ഷേ ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ബയോളജി. അതുകൊണ്ട് തന്നെ പലരും അത് ഒഴിവാക്കുകയും ഇപ്രാവശ്യം നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസും ബയോളജി ഉണ്ട്. അതുകൊണ്ട് നല്ലോണം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. വെറുതെ ഒഴിവാക്കി കളയാതെ നല്ല രീതിയിൽ ബയോളജിക്ക് ഒരു സമയം കണ്ടെത്തി പഠിക്കണം. എന്നാൽ മിസ് പറയുകയാണ്, ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങൾ അതിനുവേണ്ടി ഒന്ന് മാറ്റി വെക്കൂ. ഓൾറെഡി നിങ്ങൾ കണ്ടതാണ്, നമ്മുടെ റിവിഷൻ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ 1,999 റുപ്പീസിനാണ് നമ്മൾ ഈ അസ്ത്ര ബാച്ചിൽ ക്ലാസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതുവരെ എല്ലാ ക്ലാസ്സും മോഡൽ എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇനിയുള്ള സമയം നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ എങ്ങനെ ഇനി പഠിക്കാൻ പോകുന്നു, അല്ലെ, എങ്ങനെ നമുക്ക് ഇനി പഠിക്കാം, നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാ പിടിച്ചോ. കംപ്ലീറ്റ് ദ ഇല്ലസ്ട്രേഷൻ അക്കോർഡിംഗ് ടു ദ മോഡൽ ഗിവൺ ബിലോ. നൽകിയിട്ടുള്ള ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മക്കളെ, ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചില്ല, അതിന് ബാക്കിയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചോദ്യം. മസ്ക് ഡീർ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? മസ്കോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ സിൽക്ക് വേം എന്ത് ചെയ്യുന്നു? എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നാണ്. പെൺ പട്ടുനൂൽ പുഴു ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ബോംബിക്കോൾ, അല്ലെ, ബോംബിക്കോൾ ആണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എക്സ്ട്രാ ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പം മസ്കഡി മസ്കോൺ ആണ്. സിവറ്റ് കാറ്റ് എന്ത് ചെയ്യുന്നു? സിവറ്റോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഫീമെയിൽ സിൽക്കുവും പെൺ പട്ടുനൂൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത്? ബോംബിക്കോൾ എന്ന് പറയുന്ന പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കണേ. അടുത്തത് കംപ്ലീറ്റ് കോളം യൂസിങ് സ്യൂട്ടബിൾ ഫംഗ്ഷൻസ് ഇൻ ദി ടേബിൾ ബോക്സ്. പ്ലാന്റ് ഹോർമോൺസ് നമ്മുടെ 3ാമത്തെ പാഠം നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ഹോർമോൺസ് ചിലപ്പം കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് മിസ് പറയുന്നത് പ്ലാന്റ് ഹോർമോണും അതിന്റെ ഫംഗ്ഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. സോ പ്ലാന്റ് ഹോർമോണും അതിന്റെ ഫംഗ്ഷൻസും കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ജിബറലിന്റെ ഫംഗ്ഷൻ ആണ് സ്പ്രൗട്ടിംഗ് ഓഫ് ലീവ്സ് അല്ലെങ്കിൽ ഇലവിരിയൽ. അതുപോലെ തന്നെ വരുന്നതാണ് ഓക്സിൻ. ഓക്സിന്റെ ഫംഗ്ഷൻ ആണ് എന്താ? ഫ്രൂട്ട് ഫോർമേഷൻ, ഫലരൂപീകരണം. അബ്സിസിക് ആസിഡ് എന്ത് ചെയ്യുന്നു? ഡോർമൻസി ഓഫ് എംബ്രിയോ ആണ്, ഭ്രൂണത്തിന്റെ സുപ്താവസ്ഥയിലേക്ക് എത്തിക്കുന്നു. അതുപോലെ അബ്സിസിക് ആസിഡും എത്തലീനും ഡ്രോപ്പിംഗ് ഓഫ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ്, ഇലകളും പഴങ്ങളും പൊഴിയുന്നത് ഈ ഒരു ഹോർമോണിന്റെ ഫംഗ്ഷൻ മൂലമാണ്. അടുത്ത ചോദ്യം, റീഅറേഞ്ച് ദ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ഇൻ ദ ബോക്സ് റിലേറ്റഡ് ടു സെൻസ് ദ സ്മെൽ സ്യൂട്ടബിളി. അരോമാറ്റിക് പാർട്ടിക്കിൾസ് ഡിസോൾവ് ഇൻ ദ മ്യൂക്കസ് ആൻഡ് സ്റ്റിമുലേറ്റ് ദ ഓൾഫാക്ടറി. അല്ലേ, കറക്റ്റ് ആയിട്ട് ഇവിടെ ബോക്സിൽ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ഓർഡർ ആക്കിയാൽ മാത്രം മതി. ഇതുപോലെ എല്ലാ സെൻസസിന്റെയും ഓർഡർ കറക്റ്റ് ആയിട്ട് എഴുതാൻ ചോദിക്കാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഓർഡർ വരിക? ആദ്യം അരോമാറ്റിക് പാർട്ടിക്കിൾസ് നോസ്ട്രിൽസിലേക്ക് എൻ്റർ ചെയ്യുന്നു. സുഗന്ധ കണികകൾ എന്ത് ചെയ്യുന്നു? നാസാരന്ധ്രത്തിൽ എത്തുന്നു. പിന്നീടോ ഡിസോൾവ് ഇൻ മ്യൂക്കസ്, അല്ലെ, നമ്മുടെ ശ്ലേഷ്മത്തിൽ എന്ത് ചെയ്യുന്നു? ലയിക്കുന്നു. അത് കഴിഞ്ഞിട്ടോ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യുന്നു? അതെത്തുന്ന ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അവിടെ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നു, അവിടെ ഉത്തേജിപ്പിക്കുന്നു, അവിടെ ആവേഗങ്ങൾ രൂപപ്പെടുന്നു. ആ ആവേഗങ്ങൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് റീച്ച് ദ ബ്രെയിൻ ആൻഡ് എക്സ്പീരിയൻസ് സ്മെൽ, അല്ലെ, ഓൾഫാക്ടറി നെർവ് വഴി എന്ത് ചെയ്യുന്നു? നമ്മുടെ നോസിൽ നിന്നും അത് നമ്മുടെ ബ്രെയിനിലെത്തി നമുക്ക് മണം അനുഭവപ്പെടുന്നു. അപ്പൊ ഇതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതാൻ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസോർഡേഴ്സും ഡിസീസസും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഡിസോർഡറിന്റെ കോസ് ഉണ്ട്, സിംറ്റം ഉണ്ട്. ഈ കോളത്തിനനുസരിച്ച് ബിയും സിയും ക്രമപ്പെടുത്താനാണ്. ഇവിടെ നോക്കാം, മിക്സഡിമ തന്നിട്ടുണ്ട്. മിക്സഡിമ പ്രൊലോങ്ഡ് ഡെഫിഷ്യൻസി ഓഫ് തൈറോക്സിൻ ഇൻ അഡൽട്ട് ആണ്, അല്ലെ. അതായത് നമ്മുടെ മുതിർന്നവരിൽ തൈറോക്സിന്റെ നീണ്ടു നിൽക്കുന്ന അഭാവം മൂലം ഉണ്ടാവുന്നതാണ് മിക്സഡിമ. അതിന് കുറഞ്ഞ ഉപാപചയ നിരക്ക്, ലോവർ മെറ്റബോളിസവും മന്ദതയൊക്കെയാണ് അതിന്റെ സിംറ്റംസ്. രണ്ടാമത്തേത് ഹൈപ്പർ തൈറോയിഡിസം ആണ്. കണ്ടിന്യൂസ് ആൻഡ് എക്സസീവ് പ്രൊഡക്ഷൻ ഓഫ് തൈറോക്സിൻ. തൈറോക്സിന്റെ അളവ് കൂടുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. ഹൈ മെറ്റബോളിക് റേറ്റ്, ഉയർന്ന ഉപാപചയ നിരക്കും ഉണ്ടാകും. ശരീരഭാരം കുറയുന്നതും ഒരു പ്രധാന സിംറ്റമാണ്. മൂന്നാമത്തേതാണ് നമ്മുടെ ഗോയിറ്റർ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഗോയിറ്റർ എന്താ? അയഡിന്റെ അഭാവം മൂലം ഉണ്ടാവുന്നതാണ്. അയഡിൻ ഡെഫിഷ്യൻസി മൂലം തൈറോയ്ഡ് ഗ്രന്ഥി വലുതാകുന്നു. വല്ലാണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? വീക്കം വന്ന് തൈറോയ്ഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്യുന്നതാണ് ഗോയിറ്ററുടെ സിംറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യങ്ങളൊന്നും നമുക്ക് മിസ്സാക്കാനില്ല. Analyze the statements and give reason.
കളർ ബ്ലൈൻഡ്നെസ് പേഴ്സൺസ് ആർ നോട്ട് സെലക്ടഡ് ഫോർ ജോബ്സ് ലൈക്ക് ദാറ്റ് ടൈപ്പ് ഓഫ് ഡ്രൈവർ, പൈലറ്റ് എക്സെട്ര. നമ്മൾ ഓണപരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് പഠിച്ചതാണ്. അപ്പോൾ ഈ പരീക്ഷയ്ക്കും ചിലപ്പോൾ 2 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ഓരോ ഓപ്ഷനിൽ വരാം. അപ്പം നിങ്ങൾക്ക് ഈസി ഉള്ളത് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യണമെങ്കിൽ, A+ നമുക്ക് ഒഴിവാക്കാതിരിക്കണമെങ്കിൽ ഇതും കൂടെ നമ്മൾ പഠിക്കണം. അപ്പോൾ വർണ്ണാന്തത ഉള്ളവർക്ക് ഡ്രൈവർ, പൈലറ്റ് അതുപോലെ തന്നെ മുതലായ ജോലികൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ്? കാരണം കളർ ബ്ലൈൻഡ്നെസ് അല്ലെ, കളർ ബ്ലൈൻഡ്നെസ് ഉള്ളവർക്ക്, വർണ്ണാന്തത ഉള്ളവർക്ക് ചില നിറങ്ങളെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയില്ല. അപ്പൊ ഈ ഒരു ജോലികളിലേക്ക് അവരെ നമ്മൾ പ്രവേശിപ്പിക്കില്ല. ടിയേഴ്സ് ഹാവ് എബിലിറ്റി ടു ഡിസ്ട്രോയ് ജേംസ്. കണ്ണുനീരിന് അണുനാശന ശക്തി ഉണ്ടോ? ഉണ്ട്. കാരണം അവരിൽ എന്ത് എൻസൈം ഉണ്ട്? ലൈസോസൈം. അതെന്ത് ചെയ്യുന്നു? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. മൂന്നാമത്തേത് നോ വിഷൻ അറ്റ് ബ്ലൈൻഡ് സ്പോട്ട്. അന്ധബിന്ദുവിൽ കാഴ്ചയില്ല. ശരിയാണോ? അതെ. കാരണം എന്താ? അവിടെ ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇല്ല. ഫോട്ടോ റിസപ്റ്ററുകൾ ഇല്ലാത്തത് കൊണ്ടാണ് അവിടെ എന്ത് കാണാൻ പറ്റാത്തത്? ബ്ലൈൻഡ് സ്പോട്ടിൽ നമുക്ക് കാഴ്ച സാധ്യമാകാത്തത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഫീച്ചർ ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ഐ ഈസ് ഗിവൺ ബിലോ. കണ്ണിലുള്ള ഒരു ദ്രവത്തിന്റെ ഒരു ഫീച്ചർ, ഒരു പ്രത്യേകത തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ് ആൻഡ് ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇതേ സാധനം കണക്ട് ചെയ്ത് നിങ്ങളോട് 1ാം പാഠത്തുനിന്നും ചോദ്യങ്ങൾ വരാവേ. അപ്പം ക്രിസ്മസ് പരീക്ഷയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇനി അങ്ങോട്ട് ചാപ്റ്റേഴ്സുകളെല്ലാം കണക്ട് ചെയ്ത് ലിങ്ക് ചെയ്ത് ചോദ്യങ്ങൾ വരാം. അപ്പോൾ നമ്മുടെ 1ാം പാഠത്തിൽ നമ്മൾ ഇതേപോലെ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്, സെറിബ്രോസ്പൈനൽ ദ്രവം പഠിക്കുന്നുണ്ട്. രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ എന്ത് ചെയ്ത് തിരിച്ചു പോകുന്നത്. പക്ഷെ ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫ്ലൂയിഡിന്റെ ഐ, കണ്ണിലുള്ള ദ്രവമാണ്. ഇതേതാണ്? നമ്മുടെ അക്വസ് ഹ്യൂമർ ആണ്, അക്വസ് ദ്രവമാണ്. അപ്പോൾ ദ്രവം ഏതെന്ന് കണ്ടുപിടുത്തണം. ദ്രവത്തിന്റെ ധർമ്മം, ഫംഗ്ഷൻ എഴുതണം. ഐ ഡിസീസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ഫ്ലൂയിഡ്. ഈ ദ്രവവുമായി ബന്ധപ്പെട്ട ഒരു നേത്ര രോഗമുണ്ട്, അത് എഴുതണം. ഈ നേത്ര രോഗത്തെ എങ്ങനെ പരിഹരിക്കാം? ഇവരുടെ ഫംഗ്ഷൻ എന്താ? പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് നറിഷ്മെന്റ് ടു ടിഷ്യൂസ് ഓഫ് ഐ അല്ലെ. കണ്ണിലെ കലകൾക്ക് വേണ്ട പോഷകവും ഓക്സിജനും ഒക്കെ കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ഈ അക്വസ് ഹ്യൂമർ ആണ്. ഈ ഭാഗത്തെ ബാധിക്കുന്ന ഒരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് ലേസർ സർജറി വഴി, ലേസർ ശസ്ത്രക്രിയ വഴി ഈ ഒരു രോഗത്തെ എന്താ ചെയ്യാം? ക്യൂർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ രോഗങ്ങൾ നിങ്ങൾ പഠിക്കണം, മറന്നു പോകരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ചില ഭാഗങ്ങൾ പഠിക്കാൻ വിട്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് മാർക്കൊന്നും കുറയരുത്. കുറെ പേർക്ക് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് നേരെ ബാക്കിയുള്ള ചോദ്യങ്ങൾക്കും കൂടെ കിടക്കാം. ഐഡന്റിഫൈ ദ ഗിവൻ ഫോട്ടോ റിസപ്റ്റർ. ചുവടെ നൽകിയിരിക്കുന്ന പ്രകാശഗ്രാഹി കോശം ഏതാണ്? ഷേപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാലോ, കോൺ ആകൃതിയിലുള്ളത് കൊണ്ട് നമുക്ക് പറയാം ഇത് കോൺ സെൽ, കോൺ കോശമാണ്. ഇനി രണ്ടാമത്തേത് ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് ഗിവൻ ബിലോ. ചുവടെ തന്നിരിക്കുന്നവയില് ഗ്രന്ഥി ഏതാണെന്ന് തിരിച്ചറിയാം. അപ്പോൾ കിഡ്നീന്റെ മേലെ നിങ്ങൾ കാണുന്ന ഗ്രന്ഥി ഏതാണെന്നാണ് നമുക്കറിയാം. അഡ്രീനൽ ഗ്രന്ഥിയാണ് അല്ലെ. കിഡ്നീന്റെ മേലെ നമ്മൾ കാണുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ പെയർസ് ഗിവൻ ബിലോ ആൻഡ് ചൂസ് ദ കറക്റ്റ് പെയർ. തന്നിരിക്കുന്ന ഭാഗം പരിശോധിച്ച് ശരിയായ ജോഡി ഏതെല്ലാം എന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കുക, തൈമസ്, മെലറ്റോണിൻ തന്നിട്ടുണ്ട്. മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പൈനിയൽ ഗ്രന്ഥിയാണ്, നമുക്കറിയാം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺ തന്നിട്ടുണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് ഇൻഹിബിറ്ററി ഹോർമോൺ തന്നിട്ടുണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് വാസോപ്രസിൻ തന്നിട്ടുണ്ട്. ഇതിൽ നമുക്കറിയാം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഗ്രോത്ത് ഹോർമോൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ നമുക്ക് ഇതിൽ ഏത് കൊടുക്കാം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കൊടുക്കാവുന്നതാണ് അല്ലേ. യെസ്. അപ്പം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കറക്റ്റ് ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഐഡന്റിഫൈ എക്സ്. എക്സ് ഏതാണ് എന്ന് തിരിച്ചറിയാനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ന്യൂറോണിന്റെ സ്ട്രക്ചർ ആണ്. അപ്പൊ ന്യൂറോണിന്റെ ഘടന തന്നാൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ നമ്മൾ പഠിക്കണമല്ലോ. യെസ്. അതുകൊണ്ട് ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ആക്സോൺ ആണ് അല്ലെ. നമ്മുടെ ആക്സോൺ ആണ്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ ആൻസർ ചെയ്താൽ ശ്രമിക്കുക. ആക്സോൺ ആക്സോൺ ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. അപ്പം ചിത്രങ്ങൾ ഇങ്ങനെ തന്നിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. അടുത്തത് ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫില്ലിംഗ് ദ ബ്ലാങ്ക്. പ്ലാനേറിയ ഐസ്പോട്ട് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പദബന്ധം നോക്കി നമ്മൾ ബാക്കി ഹൗസ് ഫ്ലൈ ആണ് നമുക്ക് എഴുതേണ്ടത്. ഹൗസ് ഫ്ലൈ ഏതാണ്? പ്ലാനേറിയ ഐസ്പോട്ട് ആണെങ്കിൽ ഹൗസ് ഫ്ലൈ നമുക്കറിയാം ഒമറ്റിഡിയാണ്. ഒമറ്റിഡിയാണ് ഈച്ചയുടെ ആ ഒരു സെൻസ് ഓർഗൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്. ഇനി ദ പാർട്ട് വിച്ച് റെഗുലേറ്റ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് നെർവ് ഇമ്പൾസീസ്. നാഡീ ആവേഗങ്ങളുടെ വേഗതയും ദിശയും എന്നിവ ക്രമീകരിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുന്നതാണ് അല്ലെ. നമ്മൾക്ക് ഒരു നെർവ് ഇമ്പൾസ് ഉണ്ട് എങ്കിൽ അതിന്റെ സ്പീഡും അതുപോലെ തന്നെ അതിന്റെ ഭാഗങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് സെൻട്രൽ കനാൽ ആണോ? അല്ല. സിനാപ്സ്, ഇന്റർ ന്യൂറോൺ മെനിഞ്ചസ് ഉണ്ട്. അപ്പൊ റെഗുലേറ്റ് ചെയ്യുന്നത് ഏതാണെന്നാണ്? ഡയറക്ഷൻ. അപ്പൊ നമുക്കറിയാം അതാരാണ്? സിനാപ്സ് ആണ് അല്ലെ. ഒരു നെർവ് ഇമ്പൾസിലെ സ്പീഡും ഡയറക്ഷനും തീരുമാനിക്കാനുള്ള കഴിവ് സിനാപ്സിനാണ് ഉള്ളത്. വാട്ട് ഈസ് എക്സ് ആൻഡ് വൈ?
ഇതിൽ തന്നിട്ടുള്ളതിൽ എക്സ് ഏതാണ് വൈ ഏതാണ് എന്നാണ് ചോദ്യം. അപ്പം എക്സ് എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഓഡിറ്ററി നെർവാണ്, നേത്രനാഡി അല്ലെങ്കിൽ ശ്രവണ നാഡിയാണ് ഓഡിറ്ററി നെർവ്. വൈ എന്ന് പറയുന്നതോ കോക്ലിയ. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ. എക്സ് ഓഡിറ്ററി നെർവ് ശ്രവണനാഡി, വൈ എന്ന് പറയുന്നത് നമ്മുടെ കോക്ലിയയാണ്. അടുത്തതും ഇതേപോലെ തന്നെ ഫിഗർ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. ഐഡന്റിഫൈ എക്സ്. എക്സ് കണ്ടെത്താനാണ് ചോദ്യം. അപ്പൊ മോട്ടോർ ന്യൂറോൺ ഉണ്ട്, സെൻസറി ന്യൂറോൺ ഉണ്ട്, ഇന്റർ ന്യൂറോൺ ഉണ്ട്, മസിലുണ്ട്. ഏതാണ്? ഇന്റർ ന്യൂറോൺ ആണ്. റിഫ്ലക്സ് ആർക്കില് ഇതിനെ രണ്ടിനെ കണക്ട് ചെയ്യുന്ന സ്പൈനൽ കോഡിലുള്ള ഭാഗമാണ് നമ്മുടെ ഇന്റർ ന്യൂറോൺ. നമ്മുടെ ഇന്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. അപ്പം ചിത്രം തന്നാൽ ആദ്യം നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു സിമ്പത്തറ്റിക് സിസ്റ്റം? തന്നിരിക്കുന്നതിൽ സിമ്പത്തറ്റിക് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ് ചോദ്യം. അപ്പൊ എങ്ങനെ നമുക്ക് എഴുതാം നോക്കിക്കേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബിലോങ്സ് ടു സിന? പീപ്പിൾ ഡയലേറ്റ്, ഹാർട്ട് ബീറ്റ് ബിക്കം നോർമൽ, ട്രക്കിയ കോൺട്രാക്ട്, പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസ്. പ്യൂപ്പിൾ വികസിക്കുന്നു. സിമ്പത്തറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷൻ ആവുന്ന സമയത്ത് വരുന്നതാണ്. അപ്പൊ നമുക്ക് പറയാം പ്യൂപ്പിൾ ഡയലേറ്റ് ആവുന്നു, പ്യൂപ്പിൾ വികസിക്കുന്നു. ഹാർട്ട് ബീറ്റ് നോർമൽ ആകുമോ? ഇല്ല. ട്രക്കിയ കോൺട്രാക്ട്, ശ്വാസനാളം സങ്കോചിക്കുന്നു. ബീറ്റ് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ, മാക്സിമം എയറിനെ ഉള്ളിലേക്ക് കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു? ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ശ്വാസനാളം സങ്കോചിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, ശ്വാസനാളം എന്ത് ചെയ്യുന്നു? അവിടെ എക്സ്പാൻഡ് ചെയ്യുന്നത് അല്ലെ. അപ്പം ഇവിടെ പ്യൂപ്പിൾ ഡയലേറ്റ് ആണെന്ത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ ഡിക്രീസസും അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ പാർട്ട്. വീണ്ടും ഭാഗം തിരിച്ചറിയാനാണ്. ഈ ഒരു ഭാഗത്തെ നമുക്കറിയാലോ, നമ്മുടെ സെറിബെല്ലമാണ്. സെറിബെല്ലം. ഓക്കെ, യെസ്. അടുത്തത് ആ ചിത്രം തന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സിന്റെ ധർമ്മം എന്താണെന്നാണ്. സൗണ്ട് വേവ്സിനെ റിസീവ് ചെയ്യുന്ന നമ്മുടെ പിന്നെയാണ് തന്നിട്ടുള്ളത്. ചെവിക്കൂടെ എന്ത് ചെയ്യുന്നു? ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ്. ശബ്ദ തരംഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗമാണ് നമ്മുടെ പിന്ന. ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകത്തിന് ഒരു ഉദാഹരണം ഏതാനാണ് ചോദ്യം. ഓപ്ഷൻ റെറ്റിനാൽ, മെനിഞ്ചസ്, ഡോപ്പമിൻ. ഏതാ നിങ്ങൾക്ക് എഴുതാലോ? ഡോപ്പമിൻ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ, നാഡീയ പ്രേഷകത്തിന് ഉദാഹരണമാണ്. ഇനി ഓഡ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. ക്രെറ്റിനിസം ഉണ്ട്, മിക്സോഡിമ ഉണ്ട്, അക്രോമെഗാലി ഉണ്ട്, ഗോയിറ്റർ ഉണ്ട്. ഇതിലേതാണ് ഓഡ് 1 ഔട്ട് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിലേതാണ് ഓഡ് 1 ഔട്ട്? അക്രോമെഗാലിയാണ് ഓഡ് 1 ഔട്ട്. എന്നിട്ട് ബാക്കിയുള്ളതിന്റെ കോമൺ ഫീച്ചർ ഏതാ നിങ്ങളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് പറയാം അതേഴ്സ് ആർ ഡിഫക്ട് അസോസിയേറ്റഡ് വിത്ത് തൈറോയിഡ് ഗ്ലാൻഡ്. ബാക്കിയുള്ളവ തൈറോയിഡ് ഗ്രന്ഥിയുമായി ബന്ധിക്കുന്ന രോഗാവസ്ഥയാണ്. പക്ഷെ ഇവിടെ അക്രോമെഗാലി എന്താണ്? അവിടെ ഓഡ് 1 ആയിട്ട് വരുന്നതാണ്. അപ്പം ഇതുപോലെ ഓഡ് 1 ചൂസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഫീച്ചർ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ നിങ്ങൾ എഴുതണേ. ഐഡന്റിഫൈ ഹോർമോൺ ഫ്രം ഗിവൻ ഫീച്ചേഴ്സ്. തന്നിരിക്കുന്നതിൽ ഏത് ഹോർമോണുമായി ബന്ധപ്പെട്ടത്? ഇവിടെ ഞങ്ങളോട് ചോദിച്ചത് റെഗുലേറ്റ് ഗ്രോത്ത് ഇൻ ചിൽഡ്രൻ. വളർച്ച, ഭ്രൂണാവസ്ഥയിലും കുട്ടികളുടെ ശരീര വളർച്ച നിയന്ത്രിക്കുന്നു. ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലും മസ്തിഷ്ക വളർച്ചയും വികാസവും ത്വരിതപ്പെടുത്തുന്നു. ഇത് ഏത് ഹോർമോണെ പറ്റി പറയുന്നു എന്നാണ് ചോദ്യം. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം കുട്ടികളിൽ വളർച്ചയ്ക്ക് സഹായിക്കുന്നതും അതുപോലെ തന്നെ ഭ്രൂണാവസ്ഥയിലും ശൈശവാവസ്ഥയിലൊക്കെ നമ്മളെ സഹായിക്കുന്നത് തൈറോക്സിൻ ഹോർമോണാണ്. തൈറോയിഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോക്സിൻ ഹോർമോണാണ്. ഈ ചോദ്യം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓണപരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചതാണ്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. വാട്ട് കോസസ് ദ ചേഞ്ച് ഇൻ ചാർജ്? ഹൗ ഡസ് ചേഞ്ച് ഇൻ ചാർജ് ഹെൽപ്പ് ഇൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ്? എങ്ങനെയാണ് ഈ ചിത്രീകരണത്തിൽ ചാർജുകളുടെ വ്യതിയാനത്തിന് ഇടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ചാർജുകളുടെ വ്യതിയാനം നാഡീയ ആവേഗങ്ങളുടെ പ്രേഷണത്തിന് എങ്ങനെ സഹായകമാകുന്നു? എങ്ങനെയാണ് സഹായകമാകുന്നത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ നിങ്ങൾ ശ്രദ്ധിക്കണം. സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം. അതായത് നമുക്ക് കാണാൻ പറ്റും സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം കൊണ്ടാണ് അവിടെ എന്തുണ്ടാവുന്നത്? ഈ ഒരു ഇമ്പൾസ് ഉണ്ടാവുന്നതും അത് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാരണം. ഇനി എങ്ങനെ ഇത് ട്രാൻസ്മിറ്റ് ആവുന്നു? ആസ് എ റിസൾട്ട് ഔട്ടർ സർഫസ് ബിക്കം നെഗറ്റീവ്ലി ചാർജ് വൈൽ ദ ഇന്നർ സർഫസ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്. നമ്മൾ ഈ ഒരു മെംബ്രെയിൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം പുറമേ പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഒരു സ്റ്റിമുലസ് ഉദ്ദീപനം വന്നു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ തുടങ്ങും. എങ്ങനെയാണ് മാറുന്നത്? അകത്തുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം പോസിറ്റീവ് ആകും, പുറമെയുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം നെഗറ്റീവ് ആകും. അപ്പൊ സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം വരുന്ന സമയത്ത് ഈ മൊമെന്ററി ചാർജ് എന്ത് ചെയ്യും? ഡിഫ്രാക്ഷൻ ഉണ്ടാകും. അപ്പൊ ഈ നൈമിഷികമായിട്ട് നടക്കുന്ന ചാർജുകളുടെ വ്യതിയാനം മൂലമാണ് എന്ത് നടക്കുന്നത്? സ്റ്റിമുലസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം
ഈ മാറ്റം അധികകാലം നിലനിൽക്കില്ല, അതിന്റെ യഥാർത്ഥ അവസ്ഥ വീണ്ടെടുക്കുന്നു. എന്നാൽ ആക്സോൺ സ്ഥലത്തിലൂടെ ഈ ക്ഷണികമായിട്ടുള്ള ചാർജ് വ്യത്യാസത്തിലൂടെ ആക്സോണിലൂടെ പ്രേരണകൾ കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ ഒരു വ്യത്യാസം കൊണ്ട് അവിടെ എന്ത് സംഭവിക്കുന്നു? സ്റ്റിമുലസ് കൊണ്ട് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. സ്റ്റിമുലസിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു, ഇമ്പൾസിന് അവിടുന്ന് ട്രാൻസ്മിഷൻ നടക്കണം. അപ്പൊ ഈ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. അടുത്തത് സിനാപ്സ് എന്ന് ചോദിച്ച് നിങ്ങളോട് ചോദ്യം വരും. അപ്പോൾ ഈ ഘടന, ഈ സ്ട്രക്ചർ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് നോബ്, ഇതാണ് നമ്മുടെ ഡെൻഡ്രൈറ്റ്. ഇവിടെ നിങ്ങൾക്ക് സിനാപ്റ്റിക് നോബിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത് കാണാം, അല്ലെങ്കിൽ നാഡീയ പ്രേഷകം റിലീസ് ചെയ്യുന്നത് കാണാം. അതുവഴിയാണ് വൈദ്യുത ആവേശങ്ങളെ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റു ന്യൂറോണിലേക്ക് കൊണ്ടുപോകുന്നത്. നാഡീയ പ്രേഷകത്തിന്റെ ഉദാഹരണം നിങ്ങൾ പഠിച്ചു വെക്കണം. ഒന്ന് ഡോപ്പമിൻ. ഡോപ്പമിൻ ഉദാഹരണമാണ്, മറന്നു പോയിട്ടില്ലെങ്കിൽ ഓർത്ത് തന്നെ വെക്കണേ. അസറ്റൈൽ കൊളൈൻ. അസറ്റൈൽ കൊളൈൻ. ഓക്കെ, അപ്പം 2 ന്യൂറോ ട്രാൻസ്മിറ്റർ നാഡീയ പ്രേഷകത്തിന് ഉദാഹരണം കൂടെ പഠിച്ചു വെക്കാം. ഇനി നോക്കിക്കേ, കോപ്പി ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ഫോളോയിങ്. ഐഡന്റിഫൈ ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് റൈറ്റ് ദ ഫംഗ്ഷൻ. നമുക്ക് ചിത്രം തന്നിട്ടുണ്ട്, ഇതിനെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? ഫംഗ്ഷൻ എഴുതണം. എ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? എ എന്ന് പറയുന്നത് നമ്മുടെ സിനാപ്റ്റിക് നോബാണ്. സിനാപ്റ്റിക് നോബാണ്. ബി എന്ന് പറയുന്നതോ? ബി എന്ന് പറയുന്നത് നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്, അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് ആണ്. സി എന്ന് പറയുന്നത് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആണ്. സിനാപ്റ്റിക് വിടവ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നും കണ്ടെത്തി കഴിഞ്ഞു. ഇനി ഈ ഒരു ഫംഗ്ഷൻ, ഇത് നമ്മൾ പറയുന്നത് എന്താ? ഇതിനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. സിനാപ്സ് എന്ന് പറയുന്നത്, സിനാപ്സിന്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ലേബിൾ ചെയ്തു. നെയിം ദ കെമിക്കൽ സബ്സ്റ്റൻസ് സെക്രേറ്റഡ് ടു സി, ഗിവ് 2 എക്സാമ്പിൾസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, നാഡീയ പ്രേഷകം അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ. എക്സാമ്പിൾ മിസ് നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ അസറ്റൈൽ കൊളൈൻ എഴുതാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഡോപ്പമീൻ എഴുതാവുന്നതാണ്. ഇനി ഇവിടെ പഠിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഡ്രോ ദ പിക്ചർ ആൻഡ് നെയിം ദ പാർട്സ് അക്കോർഡിംഗ് ടു ഗിവൺ ഇൻഡിക്കേറ്റേഴ്സ്. ഇന്ദ്രിയ അനുഭവങ്ങൾ സാധ്യമാകുന്നു, ഹൃദയസ്പന്ദനത്തെ നിയന്ത്രിക്കുന്നു. ഈ ഭാഗങ്ങളാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂലോ, എവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങളെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ചിത്രം നിങ്ങൾ നോക്കി വരയ്ക്കുക, അല്ലെങ്കിൽ സ്കെച്ച് എടുത്ത് വരയ്ക്കണം. വരച്ചു കഴിഞ്ഞിട്ടോ 4 മാർക്കിന് ഇതേപോലെ ക്രിസ്മസ് എക്സാമിന് ഒരു ഓപ്ഷൻ ക്വസ്റ്റ്യൻ ഇത് വരാറുണ്ട്. നിങ്ങൾ വിചാരിക്കരുത് 3ാമത്തെ 4ാമത്തെ ചാപ്റ്ററിൽ നിന്ന് അല്ലെങ്കിൽ 6, 7 ചാപ്റ്ററിൽ നിന്ന് മാത്രമാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരികയെന്ന്. 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഓണപരീക്ഷയിൽ നിന്നുണ്ടാകും. അത് നിങ്ങൾക്ക് ഓരോ ഓപ്ഷനായിട്ട് എഴുതാൻ ബെസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ച എല്ലാ ഫിഗറും നിങ്ങൾ പഠിക്കണം. അപ്പം ഇവോക്ക് സെൻസേഷൻ ഇവോക്ക് ചെയ്യുന്നത് എവിടെയാ? നമ്മുടെ സെറിബ്രമാണ്. സെറിബ്രമാണ്. പിന്നെയോ കൺട്രോൾ ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഓക്കെ, ഇനി ഹൈപ്പോതലാമസ്, സെറിബെല്ലം എന്നിവയുടെ ധർമ്മങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സെറിബ്രം ഇതാണ്, മെഡുല്ല ഒബ്ലോങ്കേറ്റ് ഇതാണ്. ഹൈപ്പോതലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലനമാണ്. സെറിബെല്ലം എന്ത് ചെയ്യുന്നു? മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം, ശരീരത്തൊലിനെ പാലനം ചെയ്യുന്നു. ഓരോന്നിന്റെ ഫംഗ്ഷൻസ് ഇതിന്റെ കൂടെ തന്നെ പഠിച്ചു വെക്കാം, നമുക്ക് പിന്നീടത്തേക്ക് വെക്കാനില്ല. അപ്പൊ ഇപ്പൊ തന്നെ പഠിച്ചു പോവാം. ഇനി ഇതിന്റെ കൂടെ തന്നെ മിസ് പറയട്ടെ, സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും നിങ്ങൾ പഠിച്ചു വെക്കണേ. സെൻട്രൽ നെർവസ് സിസ്റ്റം അല്ലെങ്കിൽ കേന്ദ്ര നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ് നമ്മുടെ മസ്തിഷ്കവും. അതിന്റെ കൂടെ വരുന്ന സുഷുമ്ന എന്ന് പറയുന്നത്. പെരിഫറൽ നാഡീ വ്യവസ്ഥയുടെ ഭാഗത്തിലാണ് എന്ത് വരുന്നത്? ഈ സ്പൈനൽ കോഡ്, ശിരോനാടുകൾ. നമ്മുടെ ക്രേനിയൽ നെർവ്സ് ഉണ്ട്, ബ്രെയിനിൽ നിന്ന് പോകുന്ന നെർവ്സ് ഉണ്ട്, ക്രേനിയൽ നെർവ്സ്, ശിരോനാടുകൾ. അത് കൂടാതെ തന്നെ എന്തുണ്ട്? സ്പൈനൽ നെർവ്സ് ഉണ്ട്. അപ്പോൾ ബ്രെയിനും സ്പൈനൽ കോഡും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ്. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇത് ക്രേനിയൽ നെർവ്സും സുഷുമ്ന നാഡികളും, സ്പൈനൽ നെർവ്സും. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടതാണ് സിമ്പത്തറ്റിക് സിസ്റ്റവും പാരാസിമ്പത്തറ്റിക് സിസ്റ്റവും. ഓരോ വ്യവസ്ഥയിലും നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റം, പ്യൂപ്പിൾ ഡയലേറ്റും ആകുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ട്രക്കിയ എക്സ്പാൻഡ് ആവുന്നു, ട്രക്കിയ കോൺട്രാക്ട് ചെയ്യുന്നത് പാരാസിമ്പത്തറ്റിക് സിസ്റ്റത്തിലാണ്. അപ്പം ഓരോന്നിലും വ്യത്യാസം. ഒരു ഭാഗം നിങ്ങൾ പഠിക്കുക, സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ എന്താണെന്ന് പഠിച്ചാൽ പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി
ഇവിടെ രോഗങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സ് ഫോളോയിങ്ങിൽ നിങ്ങൾക്ക് 4 മാർക്കിന് അല്ലെങ്കിൽ 3 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അൽഷൈമേഴ്സ് നമ്മൾ പറഞ്ഞു അക്യുമുലേഷൻ ഓഫ് ഇൻസോല്യൂബിൾ പ്രോട്ടീൻ ആണ്. മസ്തിഷ്കത്തിൽ നാഡീകലങ്ങളിൽ അലയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ്. ഓർമ്മകൾ പോകുന്നതും ദിനചര്യ ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിൻ്റെ ലക്ഷണമാണ്. പാർക്കിൻസൺസ് നമ്മൾ പറഞ്ഞതാണ്, ഗാംഗ്ലിയോണുകളുടെ നാശമാണ്, ഡിസ്ട്രക്ഷൻ ഓഫ് ഗാംഗ്ലിയോൺ, ശരീരത്തുലന നില നഷ്ടപ്പെടുക, പേശികളുടെ ക്രമരഹിതമായ ചലനം, ഇതൊക്കെ പാർക്കിൻസൺസിന്റെ സിംറ്റംസ് ആണ്. അപസ്മാരം അല്ലെങ്കിൽ എപ്പിലെപ്സി, കണ്ടിന്യൂസ് ആൻഡ് ഇറഗുലർ ഫ്ലോ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതാണ്. അതിന്റെ സിംറ്റംസ് നമ്മൾ പറഞ്ഞു, ഫ്ലോത്തി ഡിസ്ചാർജ് ത്രൂ മൗത്ത് വരിക, ക്ലഞ്ചിങ്, പല്ലിങ്ങനെ കടിച്ചു കൂട്ടി നമ്മൾ വരയ്ക്കുന്നത്, തുടർന്ന് രോഗി ബോധാവസ്ഥയിലാവുന്നതൊക്കെ ഇതിന്റെ ഒരു മേജർ സിംറ്റംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും ഈ ചോദ്യങ്ങൾ വരുന്നത് നിങ്ങൾ പഠിക്കണം. പിന്നെ 4 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ ബ്രെയിൻ ആണ് അല്ലെങ്കിൽ ഇയർ വരാൻ ചാൻസ് ഉണ്ട്. ഫിഗർ ഓഫ് ഇയർ ഇസ് ഗിവൻ, റീഡ്രോ ഇറ്റ് ആൻഡ് നെയിം ദ ലേബൽ പാർട്സ്, ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം. കർണപടത്തിലെ കമ്പനങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം, റിസീവ് ദ വൈബ്രേഷൻ ഓഫ് ഇയർ ഡ്രം. ട്യൂബ് ദാറ്റ് കണക്ട്സ് ദ ഫാരിങ്സ്, ഫാരിങ്സിനെ ഗ്രസനിയുമായി ബന്ധപ്പെടുന്ന കുഴലേത്, ശബ്ദഗ്രാഹികൾ കാണപ്പെടുന്ന ഭാഗം ഏത്. അപ്പോൾ കർണപടത്തിലെ കമ്പനിക്കുന്ന സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? നമുക്കറിയാലോ, ഈ ഒരു ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. എപ്പോഴും ഇയർ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം വെച്ച് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഇയർ ഡ്രം എന്ന് വൈബ്രേഷൻസ് സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ ഇയർ ഓസിക്കിൾസ് ആണ്. ഇയർ ഓസിക്കിൾ, പാർട്ട് ദാറ്റ് റിസീവ് വൈബ്രേഷൻ ഓഫ് ഇയർ ഡ്രം, അസ്ഥി ശൃംഖല. ട്യൂബ് ദാറ്റ് കണക്ട് ഫാരിങ്സ്, ഫാരിങ്സിൽ ഗ്രസനിയുമായിട്ട് കണക്ട് ചെയ്യുന്നത് ഏതാണ്? ബി യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണ്. യൂസ്റ്റേഷ്യൻ നാളി. ഇനി പാർട്ട് വേർ ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആർ സീൻ, എവിടെയാണ് ഓഡിറ്ററി റിസപ്റ്റർ കാണുന്നത്? അത് നമ്മുടെ കോക്ലിയയിലാണ്. ഓക്കെ, അപ്പൊ ഭാഗങ്ങളെ അടയാളപ്പെടുത്താൻ പഠിക്കണം. അതേപോലെ തന്നെ മറ്റൊരു ചോദ്യമാണ് പാർട്ട് ദാറ്റ് റിസീവ് സൗണ്ട് വേവ്സ്, പിന്നെയാണ് കർണ, പിന്നെ ചെവിക്കുട. പാർട്ട് വേർ സ്മോൾ ഹെയേഴ്സ് ആൻഡ് ബാക്സ് ആർ പ്രസന്റ്, അത് എവിടെയാണ്? നമ്മുടെ ഓഡിറ്ററി കനാൽ. ഓഡിറ്ററി കനാൽ, പിന്നയിൽ നിന്ന് പിന്നെ എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഓഡിറ്ററി കനാലിലേക്കാണ്, കർണനാളത്തിലേക്ക്. ഹൗ ഡു പ്രഷർ ഓൺ എയ്തർ സൈഡ് ഓഫ് പാർട്ട് വൈബ്രേറ്റ്സ് ഇൻ റെസൊണൻസ് വിത്ത് സൗണ്ട് വേവ്സ് ഈസ് മെയിൻറ്റെയിൻ, എങ്ങനെയാണ് ഇവിടുത്തെ ശബ്ദതരങ്ങൾക്കനുസരിച്ചുമായി കമ്പനം ഭാഗത്തിന്റെ ഇരുവശത്തുമുള്ള മർദ്ദം തുല്യമാക്കുന്നത്? യൂസ്റ്റേഷ്യൻ നാളി വഴിയാണ്. യൂസ്റ്റേഷ്യൻ നാളി വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ആ ഒരു പ്രഷർ, മർദ്ദത്തെ ക്രമീകരിക്കുന്നത്. അപ്പോൾ ആ ഒരു റോള് നിങ്ങൾ എഴുതാൻ മറക്കരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി വേറൊരു ചിത്രം കൂടെ വരുന്നതാണ് നമ്മുടെ ഈ ഒരു ഭാഗം, എക്സ് വൈ എന്നീ ഭാഗങ്ങൾ. ഈ ചിത്രവും നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓഡിറ്ററി നെർവാണ്, ശ്രവണനാഡി. വൈ എന്ന് പറയുന്നത് കോക്ലിയാണ്. എക്സിന്റെ ധർമ്മം നമുക്കറിയാലോ, ശബ്ദ തരംഗങ്ങളിൽ നിന്നുണ്ടാവുന്ന ആവേഗങ്ങളെ ബ്രെയിനിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കേൾവി സഹായിക്കുന്ന ആവേഗങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഭാഗമാണെന്ന് നമ്മുടെ ശ്രവണനാഡി എന്ന് പറയുന്നു. അടുത്തത് നമ്മുടെ 3ാം പാഠത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്, നോക്കിക്കോ. ഹിൻസ് റിലേറ്റഡ് ടു ആൻ എൻഡോക്രൈൻ ഗ്ലാൻഡ് ആർ ഗിവൺ ബിലോ, അനലൈസ് ഇറ്റ്, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു അന്തസ്രാവി ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ട സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു, അത് വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അപ്പൊ ചോദ്യം നമുക്ക് നോക്കാം. ലൊക്കേറ്റഡ് അറ്റ് ദി സെന്റർ ഓഫ് ദ ബ്രെയിൻ, മസ്തിഷ്കത്തിന്റെ മധ്യഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ഹോർമോൺ ദാറ്റ് ഹെൽപ്സ് മെയിൻറ്റെയിൻ റിതം ഓഫ് ഡെയിലി ആക്ടിവിറ്റി, ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഹിന്റ് കിട്ടിയപ്പോൾ മനസ്സിലായി കാണുമല്ലോ ഇത് ഏത് ഹോർമോൺ ആണ് എന്നുള്ളത്. യെസ്, ഇതാണ് നമ്മുടെ പൈനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ മെലട്ടണിൻ, അല്ലേ? അപ്പോൾ ഈ ഗ്രന്ഥി എന്ന് പറയുന്ന പൈനിയൽ ഗ്ലാൻഡ് ആണ്, പൈനിയൽ ഗ്രന്ഥിയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ ബി ക്വസ്റ്റ്യൻ നോക്കുക. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഹോർമോൺ ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ എന്താണ് ഉറക്കത്തെ, അതായത് സ്ലീപ്പിനെയും വേക്കിംഗ് അപ്പിനെയും കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഹോർമോൺ എന്ത് റോളാണ് ഉള്ളതെന്നാണ്. അപ്പൊ അവിടെ നമ്മൾ കാണുന്നതാണ് എന്ത്, നമ്മൾ ഈ പറയുന്ന രാവിലെ എണീക്കുമ്പോൾ കറക്റ്റായിട്ട് എണീക്കുന്നു, അല്ലെങ്കിൽ അലാം ഇല്ലെങ്കിലും നമ്മൾ രാവിലെ ചിലപ്പോൾ എണീക്കാറുണ്ട്. ഇനി ഇപ്പം പരീക്ഷയുടെ ടെൻഷൻ കൊണ്ടാണെന്ന് നിങ്ങൾ പറയും, പരീക്ഷയുടെ ടെൻഷൻ കൊണ്ട് മാത്രമല്ല, അല്ലെങ്കിലും എന്ത് ചെയ്യും, എല്ലാ ജീവജാലങ്ങളും പകൽ സമയത്ത് വെക്കും, രാത്രി സമയത്ത് ഉറങ്ങും.
കള്ളന്മാരൊഴികെ അല്ലേ. അപ്പൊ ഇത്തരത്തിൽ കുറുവാ സംഘങ്ങൾ ഒഴികെ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന രാവിലെ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് എണീക്കാൻ കാരണം മെലറ്റോണിൻ എന്ന് പറയുന്നത് ഹൈ ഇൻ നൈറ്റ് ടൈം ആൻഡ് ലോ ഡ്യൂറിങ് ഡേ ടൈം. രാത്രി കാലങ്ങളിൽ മെലറ്റോണിന്റെ അളവ് കൂടുതലും പകൽ സമയത്ത് കുറവുമാണ്. അതിനനുസരിച്ചാണ് ഇതിന്റെ ഫങ്ഷൻസ്, നമ്മുടെ ബോഡിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അനദർ ഫംഗ്ഷൻ. മെലറ്റോണിന് മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട്. അതാണ് എന്ത്? കൺട്രോൾ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ്. ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അപ്പൊ റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുക, ലൈംഗിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് കൂടെ നമ്മുടെ ഈ മെലറ്റോണിൻ ഹോർമോൺ ഉണ്ട്. അതുകൂടെ പഠിച്ചു വെക്കാം. അപ്പൊ മെലറ്റോണിൻ നമ്മൾ പറഞ്ഞു റീപ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ദൈനംദിന പ്രവർത്തനങ്ങളുടെ താളക്രമം പാലിക്കാൻ നമ്മുടെ മെലറ്റോണിനാണ് സഹായിക്കുക. അപ്പം ഇതുപോലെ ഫിഗർ തന്നിട്ട് ചോദിച്ചാലും നിങ്ങൾ എഴുതണം ഇത് പൈനിയൽ ഗ്രന്ഥിയാണ്. പൈനിയൽ ഗ്രന്ഥിയാണ് മെലറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. Given below is the illustration showing the hormones synthesized by the anterior lobe of pituitary gland. Complete it suitably. അപ്പം നമ്മൾക്ക് ഈ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്, ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യണം. അപ്പം പിറ്റ്യൂട്ടറിയുടെ മുൻതളം ഉൽപ്പാദിപ്പിക്കുന്ന കുറച്ച് ഗ്ലാൻഡുകൾ അല്ലെങ്കിൽ ഹോർമോൺസുകൾ ഉണ്ട്. TSH കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗമാണ് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത്. അപ്പം ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നല്ലോണം വായിച്ചു നോക്കണം. വായിച്ചു നോക്കി ഏതൊക്കെയാണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഏതൊക്കെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഐഡിയ ആണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ TSH ഹോർമോൺ തന്നിട്ടുണ്ട്, അതിൻ്റെ ഫംഗ്ഷനാണ് ആദ്യം എഴുതേണ്ടത്. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് TSH. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇറ്റ് സ്റ്റിമുലേറ്റ് തൈറോയ്ഡ് ഗ്ലാൻഡ് അല്ലേ. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു? തൈറോയ്ഡ് ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കുന്നു. ഇവിടെ B കൊടുത്തിട്ടുണ്ട്, അഡ്രീനൽ കോർട്ടക്സിനെ ഉത്തേജിപ്പിക്കുന്നത്. അത് എന്താ ചെയ്യുന്നത്? അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ്. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയും പറയാം. അപ്പൊ അഡ്രീനോ കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ആണ് ACTH എന്ന് പറയുന്നത്. കോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ. ഓക്കെ. ഇനി അടുത്തത് നോക്കാം. GTH ലൈംഗിക അവയവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഗൊണാഡോട്രോപ്പിക് ഹോർമോൺ ആണ്. Cയും Dയുമാണ് അടുത്തത് നമ്മൾ എഴുതേണ്ടത്. അതിൽ നമുക്ക് C അറിയാം, പ്രൊഡക്ഷൻ മിൽക്ക്, മുലപ്പാൽ ഉൽപാദനമാണ്. അത് ചെയ്യുന്നത് ആരാണ്? മുലപ്പാൽ ഉൽപാദനം നമുക്ക് ചെയ്യുന്നത്, ലാക്ടേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സെക്സ് ഹോർമോൺസ് ആണ്. അതുപോലെ തന്നെ എൻഹാൻസ് ഗ്രോത്ത്, ശരീര വളർച്ച ത്വരിതപ്പെടുത്തുന്നത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺസുകളുമാണ്. അപ്പോൾ ഗ്രോത്ത് ഹോർമോൺസ് ആണ് അതിന് നമ്മളെ സഹായിക്കുന്നത്, വളർച്ചാ ഹോർമോണുകൾ. പിന്നെ ഏതാണ്? ഓക്സിറ്റോസിൻ ആണ് മുലപ്പാലിന് നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. അപ്പം ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ പലപ്പോഴായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, എങ്ങനെയാണെന്നുള്ളത് അത് വെച്ചിട്ട് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയയും കൂടെയാണ്. അതുകൊണ്ടാണ് മിസ് പറയുന്നത്. ഓക്കെ. Some hormones are given below. Analyze them and answer the question. Which are the hormones secreted by pituitary gland? ഇവിടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ഏതാണെന്ന് എഴുതണം. നെയിം എനി വൺ ഹോർമോൺ. പിറ്റ്യൂട്ടറി പിന്തളത്തിൽ സംഭരിക്കുന്ന ഏതെങ്കിലും ഒരു ഹോർമോണിന്റെ പേരും അതിന്റെ ധർമ്മവും എഴുതണം. Which are the hormones secreted by hypothalamus that control pituitary gland? പിറ്റ്യൂട്ടറിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്ന് എഴുതണം. How do these hormones regulate function of pituitary gland? ഈ ഹോർമോണുകൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. ഇതിൽ കാണുന്ന റിലീസിങ് ഹോർമോണ്, ഇൻഹിബിറ്ററി ഹോർമോണ്, ഇതെല്ലാം നമ്മുടെ ഹൈപ്പോതലാമസ് സെക്രറ്റ് ചെയ്യുന്നതാണ് അല്ലേ. യെസ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ആര്? ഓക്സിറ്റോസിൻ, സൊമാറ്റോട്രോപ്പിൻ, അതുപോലെ തന്നെ നമ്മുടെ പ്രൊലാക്റ്റിൻ ഹോർമോണുകൾ ഒക്കെ ഏതാണ്? പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അപ്പം ഓക്സിറ്റോസിൻ ഉണ്ട്, സൊമാറ്റോട്രോപ്പിൻ വളർച്ചാ ഹോർമോണുകളുണ്ട്, അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഓക്കെ. ഈ ഹോർമോണുകളൊക്കെ എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പം നെയിം എനി ഹോർമോൺ സ്റ്റോർഡ് ഇൻ ദ പോസ്റ്റീരിയർ ലോബ് ഓഫ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ചോദിക്കുന്നുണ്ട്. പോസ്റ്റീരിയർ ലോബിൽ വരുന്നതാണ് എന്ത്? ഓക്സിറ്റോസിനും
വാസോപ്രസിനും. ഓക്സിറ്റോസിനും വാസോപ്രസിനും പോസ്റ്റീരിയർ പിന്തളത്തിൽ കാണുന്നതാണ് അതിന്റെ ഫംഗ്ഷൻ. ഓക്സിറ്റോസിൻ എന്ത് ചെയ്യുന്നു, ചൈൽഡ് ബ്രത്തിനും അതുപോലെ തന്നെ മസിൽസ് ചുരുങ്ങാൻ സഹായിക്കുന്നുണ്ട്. കുട്ടിക്ക് മുലപ്പാൽ ഉണ്ടാവാനുള്ളത് സഹായിക്കുന്നുണ്ട്. ഫെസിലിറ്റേറ്റ് ലാക്ടേഷൻ. വാസോപ്രസിൻ എന്താ ചെയ്യുന്നത്, റീ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ആണ് അല്ലെ. കിഡ്നിയിൽ നിന്ന് അധികമായി വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ അതിന് റീ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ വാസോപ്രസിൻ ആണ്. അപ്പം ഇതുപോലെ ഹോർമോൺസ് വെച്ച് ചോദ്യം വരും. ഹൈപ്പോതലാമസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് റിലീസിംഗ് ഹോർമോണും ഇൻഹിബിറ്ററി ഹോർമോണും. ആൻഡ് ഹൗ ഡു ദീസ് ഹോർമോൺസ് റെഗുലേറ്റ്, എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു? റിലീസിംഗ് ഹോർമോൺ സ്റ്റിമുലേറ്റ് ആന്റീരിയർ ലോബ് പിറ്റ്യൂട്ടറി ആൻഡ് സെക്രീറ്റ് ട്രോപ്പിക് ഹോർമോൺ. ഇൻഹിബിറ്ററി ഹോർമോൺ ഇൻഹിബിറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ട്രോപ്പിക് ഹോർമോൺ. അതായത് പിറ്റ്യൂട്ടറി ഗ്രന്ഥിനെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈപ്പോതലാമസ് റിലീസിംഗ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കും. ഇനി അതിനെ പ്രിവെന്റ് ചെയ്യണം, ഇൻഹിബിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഹൈപ്പോതലാമസ് ഇൻഹിബിറ്ററി ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴിയാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഹോർമോൺസുകൾ എല്ലാം പഠിക്കണം, കൺട്രോൾ ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നു ഡിസീസസ് ക്വസ്റ്റ്യൻ വരുന്നത്, റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ, ഫ്ലോത്തി ഡിസ്ചാർജ് ഫ്രം മൗത്ത്, അതുപോലെ തന്നെ അൾഷീമേഴ്സ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പറഞ്ഞത് ഏതാണ്, റെഡ്യൂസ് പ്രൊഡക്ഷൻ ഓഫ് ഡോപ്പമൈൻ എന്ന് പറയുന്നത് പാർക്കിൻസൺസ് ആണ്. ഫ്ലോത്തി ഡിസ്ചാർജ് എപ്പിലെപ്സി ആണ്. മറ്റേത് അൾഷീമേഴ്സും ആണ്. അപ്പൊ പാർക്കിൻസൺസ് അതിന്റെ ഈ ഒരു ഭാഗത്തെ സിംറ്റം നമുക്ക് എഴുതാം. എപ്പിലെപ്സിന്റെ സിംറ്റം കൊടുത്തിട്ടുണ്ട്. പാർക്കിൻസൺസിന്റെ സിംറ്റം എന്താണ്, വിറയ്ക്കുന്നത് അല്ലെ. നമുക്ക് പറയാം ഷിവറിംഗ് ഓഫ് ഹാൻഡ്സ് എഴുതാവുന്നതാണ്. ശരീരത്തുള്ളിനായിട്ട് തകരാറ് അല്ലെങ്കിൽ ശരീരം വിറയ്ക്കൽ എഴുതാവുന്നതാണ്. മൂന്നാമത്തത് എപ്പിലെപ്സി ആണ്, അൺകൺട്രോൾഡ് ഫ്ലോ ഓഫ് ഇലക്ട്രിക് സിഗ്നൽസ് ത്രൂ ബ്രെയിൻ. നമ്മുടെ മസ്തിഷ്കത്തിലൂടെ അനിയന്ത്രിതമായിട്ട് എന്ത് ചെയ്യുന്നു, വൈദ്യുത പ്രവാഹം നടക്കുന്നതാണ് എപ്പിലെപ്സിന്റെ കാരണം. അതിന്റെ സിംറ്റംസ് ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടില്ല, എഴുതണം. അതേതാണ്, മെമ്മറി ലോംസ് എഴുതാം. അൾഷിമേഴ്സിൽ എഴുതാം, എപ്പിലെപ്സിനെ തന്നിട്ടുണ്ട്. അൾഷിമേഴ്സിലെ ഓർമ്മക്കുറവ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അവിടെ പ്രോട്ടീൻ അക്യുമുലേറ്റ് ചെയ്യാണ്, അലയമായിട്ടുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു, അടിഞ്ഞുകൂടുന്നു. അതുവഴിയാണ് അൾഷിമേഴ്സ് വരുന്നത്. ഓർമ്മ നശിക്കുന്നതും ദിനചര്യകൾ ചെയ്യാൻ കഴിയാത്തതും എന്താണ്, അൾഷിമേഴ്സിന്റെ ഒരു പ്രധാന സിംറ്റമാണ്. ഇനി നമ്മൾ അടുത്ത പ്രധാന ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നെയിം ദ പാർട്ട് ലേബിൾഡ് ആസ് എക്സ്. ഇവിടെ ഇതാ എക്സും വൈയും തന്നിട്ടുണ്ടല്ലോ. എക്സും വൈയും കണ്ടാൽ അറിയാം, എക്സ് എന്ന് പറയുന്നത് നമ്മുടെ അഡ്രീനൽ ഹോർമോൺ ആണ്. അതിൽ അഡ്രീനൽ കോർട്ടക്സ് ആണ് എക്സ് എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഹോർമോണുകൾ. വൈ എന്ന് പറയുന്ന മെഡുല്ലയാണ്. അപ്പം കോർട്ടിസോൾ ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അതിന്റെ ഫംഗ്ഷൻ എന്താണ്, സിന്തസൈസ് ഓഫ് ഗ്ലൂക്കോസ് ഫ്രം പ്രോട്ടീൻ ആൻഡ് ഫാറ്റ് ആണ്. കോർട്ടിസോൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടീനിൽ നിന്നും കൊഴുപ്പിൽ നിന്നും ഗ്ലൂക്കോസിന്റെ സമ്പദായം ഉണ്ടാക്കുന്നു. വീക്കം, അലർജി എന്നിവ നിയന്ത്രിക്കുന്നു. രോഗപ്രതിരോധ കോശങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതും കോർട്ടിസോൾ ആണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആൽഡോസ്റ്റെറോൺ മെയിൻറ്റെയിൻ സോൾട്ട് വാട്ടർ ബാലൻസ് ആൻഡ് ബ്ലഡ് പ്രഷർ. നമ്മുടെ എന്താണ് ലവണത്തിന്റെയും അതുപോലെ തന്നെ ജലത്തിന്റെയും സന്തുലിത തീരുമാനിക്കുന്നു. അതുപോലെ തന്നെ രക്തസമ്മർദ്ദത്തെ നിലനിർത്താനും ആര് സഹായിക്കുന്നു, ആൽഡോസ്റ്റെറോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. സിമ്പത്തറ്റിക് വ്യവസ്ഥ ഉത്തേജിക്കപ്പെട്ടു കഴിഞ്ഞാൽ ശാരീരിക പ്രവർത്തനങ്ങൾ കൂടുതൽ നിലനിർത്തുന്നതിന് വൈ കാരണമാകുന്നത് എങ്ങനെ? അതായത് സിമ്പത്തറ്റിക് സിസ്റ്റം ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എമർജൻസി ദസ് വി ക്യാൻ റെസിസ്റ്റ് ഓർ വിത്ഡ്രോ ourselves ഫ്രം സച്ച് സിറ്റുവേഷൻസ് അല്ലെ. ലൈംഗിക വികസനവും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നു. അതുപോലെ തന്നെ സാഹചര്യങ്ങൾ സ്വയം പിൻവാങ്ങാൻ അല്ലെങ്കിൽ സഹാനുഭൂതി സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ ഒരു അഡ്രീനൽ ഗ്രന്ഥിയാണ്. കാരണം നമ്മൾ സിമ്പത്തറ്റിക് വ്യവസ്ഥ, നമ്മൾ ടെൻഷൻ ആവുന്നു, എന്തെങ്കിലും പെട്ടെന്നുള്ള സഡൻ സിറ്റുവേഷൻ വരുമ്പോഴാണ് അഡ്രീനൽ ഗ്രന്ഥിയുടെ ആക്ഷൻ വരുന്നത്. ഈ അഡ്രീനൽ ഗ്രന്ഥിയുടെ ആക്ഷൻ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു, ഈ ഒരു സിമ്പത്തറ്റിക് സിസ്റ്റത്തിൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു. അഡ്രീനൽ ഗ്ലാൻഡ് ആണ് എമർജൻസി സിറ്റുവേഷനിൽ സിമ്പത്തറ്റിക് സിസ്റ്റത്തെ സഹായിക്കുകയും ഹോർമോണിന്റെ പ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യുന്നത്. അപ്പം ഒന്നെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ് സിറ്റുവേഷൻ, ഒന്നുകിൽ അതിനെ ഫൈറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും നമുക്ക് ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ഈ ഒരു ഹോർമോണിന്റെ ഫംഗ്ഷൻ. അപ്പം സിമ്പത്തറ്റിക് സിസ്റ്റത്തിനെ കണക്ട് ചെയ്തും എന്ത് ക്വസ്റ്റ്യൻ വരാം, ഈ ഒരു ക്വസ്റ്റ്യൻ വരാവുന്നതാണ്. അപ്പൊ മക്കളെ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതാ നമ്മുടെ മാരത്തണുകളും കോണ്ടന്റ്സും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും അപ്ഡേറ്റ് ആയി നമ്മുടെ ചാനൽ സ്ഥിരം വരിക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അങ്ങോട്ടുള്ള ദിവസം നന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കും. ഫുൾ മാർക്ക് തന്നെ ബയോളജിക്ക് നേടേണ്ടതുണ്ട്. ആൻഡ് ഇതാ ഈ ഒരു ലൈവ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനും കൂടി മിസ് തരികയാണ്. നമ്മുടെ സിവറ്റ് കാറ്റില് സിവറ്റോൺ പറഞ്ഞു, അതുപോലെ തന്നെ സിൽക്വം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബോംബിക്കോൾ ഒക്കെ പറഞ്ഞു അല്ലെ. ഇവയ്ക്ക് പൊതുവായിട്ടൊരു കോമൺ പേര് നമ്മൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. സോ സീ യു സൂൺ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.